ഇമാം ബുഖാരി, മുസ്ലിം എന്നിവരുടെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫി സലാത്തി, വേറെ ചില റിവായത്തിൽ ഫി ബൈത്തി. റസൂലേ, എനിക്കൊരു ദുആ നിങ്ങൾ പഠിപ്പിച്ചു തരണം. എൻ്റെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ദുആ ചെയ്യാനാണ്. ദുആ ഉദ്ദേശിക്കുന്നത് നഫ്ലുകളായ ഐച്ഛികമായ നിസ്കാരത്തിലെല്ലാം ദുആ ചെയ്യാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഒരു നിസ്കാരത്തിൽ ദുആ വർദ്ധിപ്പിക്കേണ്ട, ധാരാളം ദുആ ചെയ്യേണ്ട ചില സന്ദർഭങ്ങളാണ് സുജൂദിൽ, അതുപോലെ അവസാന തശഹ്ഹുദിലെല്ലാം. അതിനുവേണ്ടി ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ മനുഷ്യരിൽ റസൂലുകൾക്കും നബിമാർക്കും ശേഷം ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ സിദ്ദീഖീങ്ങളുടെ പദവിയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം? സ്വർഗത്തിലെ ഉന്നത പദവി തേടാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റു പലതും ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, നിസ്കാരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഐച്ഛികമായിട്ടെല്ലാം ധാരാളം ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا, ചില റിവായത്തിൽ കബീറ. പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടും ഒരുമിച്ച് തന്നെ തേടാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി ظلمت نفسي ظلما كثيرا ഔ കബീറൻ, ഞാൻ എൻ്റെ സ്വന്തത്തിനോട് തന്നെ റബ്ബേ അള്ളാഹുവെ ഞാൻ ദുൽമു ചെയ്തു പോയി. അത് വളരെ കൂടുതലാണ്, വളരെ വലിയ ദുൽമകളാണ്. ഇവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന്, നമ്മൾ സംഭവിക്കുന്ന പാപങ്ങൾ; രണ്ട്, അള്ളാഹുവിനോടുള്ള കടമകളിൽ നമുക്ക് സംഭവിക്കുന്ന കുറവുകൾ, നമ്മുടെ ഇബാദത്തുകളിലുമെല്ലാം നമുക്ക് വരുന്ന വീഴ്ചകൾ, കുറവുകൾ, അങ്ങനെയുള്ള എല്ലാം. എൻ്റെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ദുൽമുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കാൻ വേറെ ആരുമില്ല. അത് തൗഹീദുമാണ്, ഇഅ്തിറാഫു ദംബുമാണ്. അഥവാ അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കാനുള്ളത്. അതുപോലെ തന്നെ സ്വന്തം പാപത്തെ അംഗീകരിക്കലുമാണ്. ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള പാപമോചനം കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു നൽകണമേ. അഥവാ ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻ്റെ പാപങ്ങൾ നീ മറച്ചു വെക്കണമേ, അത് മായ്ച്ചു കളയണമേ, അത് പുറത്തു നൽകണമേ. വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണമേ. ഇപ്പോൾ ദുആയിലെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആശയം, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാപങ്ങൾ മറച്ചു വെക്കണം, പുറത്തു തരണം എന്നുള്ളതും, റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് വരും കാലത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷണവും ധാരാളം ഖൈറുകളും നന്മകളും ചെയ്യാനുള്ള തൗഫീഖും നൽകണമേ എന്നുള്ളതാണ്. അത് പറഞ്ഞു. എന്നിട്ട് അവസാനം ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറും റഹീമുമാണല്ലോ, അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണല്ലോ എന്നുള്ള നാമങ്ങൾ കൊണ്ടാണ് ഈ ദുആ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദുആയിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സിദ്ദീഖായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ, പാപമോചനത്തെ തേടുന്ന, അത് അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്ന ദുആ ആണ്. നമ്മളെല്ലാവരും അവരെക്കാൾ എല്ലാം ഇതിനാവശ്യക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ, സുജൂദുകളിലും അവസാനത്തെ തശഹ്ഹുദുകളിലും എല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു ദുആ കൂടിയാണ്.